ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ അടുത്ത അധ്യയന വർഷം പുതിയ സിലബസിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. പുതിയ സിലബസിലൂടെ നമ്മൾ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരാൻ പോവുകയാണ്. മുൻകാല അനുഭവങ്ങളോ മുൻകാല മാതൃകാ ചോദ്യങ്ങളോ ഒന്നും നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നതെന്ന് നേരത്തെ മുൻകൂട്ടി പറയുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ ഏത് പാഠഭാഗങ്ങളിലും ഏത് രീതിയിലെ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് അടിപതറാതെ മുന്നോട്ട് പോയി പരീക്ഷയിൽ ഗംഭീര വിജയം ഉണ്ടാക്കാൻ വേണ്ടി വളരെ പ്ലാനിങ്ങോടുകൂടിയാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വർഷം നമുക്ക് 12 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 5 പാഠഭാഗങ്ങൾ ക്വാർട്ടർലി എക്സാമിനേഷൻ ഉറപ്പായി ചോദിക്കുന്ന പാഠഭാഗങ്ങളാണ്. അതിൽ ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളത് ഒരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ കഥയാണ്. ഈ കഥയുടെ പേര് കിഡ്ക്കി എന്നാണ്. കിഡ്ക്കി എന്ന് പറഞ്ഞാൽ വിൻഡോ എന്നാണ് അർത്ഥം, എന്നാൽ ജനൽ എന്നാണ് അർത്ഥം. എന്നാൽ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേഖിക എഴുത്തുകാരിയായ അഞ്ജു ഗർബന്ത ഉദ്ദേശിക്കുന്നത് ഗതകാല സ്മരണകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രയോഗമായിട്ടാണ് ഈ കിഡ്ക്കി എന്ന വാക്കിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ അഞ്ജു ഗർബന്ത എന്ന് പറയുന്ന എഴുത്തുകാരി ഈ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത് ഒരു ഹസ്ബൻഡും വൈഫും ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്ക് ഒരു വിവാഹ ആവശ്യാർത്ഥം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കജിരാരി അങ്കോംവാരി യുവതി, കൺമഷി കണ്ണുകളോടിയ ഒരു യുവതി ഷോൾ വിൽപ്പനയ്ക്കായി വരുന്നു. അവരിൽ സംസാരത്തിനിടയിൽ ഷോൾ വിൽപ്പന നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഭർത്താവിന് ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സംഭവങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഈ പാഠഭാഗവുമായിട്ട് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസും വിശേഷണ ശബ്ദങ്ങളും വ്യാകരണ ടൈപ്പ് ക്വസ്റ്റ്യനുകളും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, വാർത്താലാബ്, പടുക്കഥ, ഡയറി എന്നിവയെല്ലാം നമുക്ക് ഈ കുഞ്ഞൻ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈക്കു ആണ്. എന്താണ് ഹൈക്കു? ഒരു ജപ്പാനീസ് കവിതാ രീതിയാണ്. ഈ കവിതയ്ക്ക് 3 വരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങൾ, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങൾ, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരങ്ങൾ. അങ്ങനെ 5, 7, 5 3 വരി കൊണ്ട് 12 അക്ഷരം കൊണ്ട് കവിത തുടങ്ങി അവസാനിക്കണം. ഇതാണ് അങ്ങനത്തെ ഹൈക്കു. ഒരു കുഞ്ഞൻ ഹൈക്കു കവിതയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, സൂക്കായി അബാഡ്, സാഹബ് കെ ആംഗൻ, സദാ ഫുഹാർ, സുരംഗമ യാദവ്ജിയുടെ ഒരു കുഞ്ഞൻ കവിതയാണ്. ഇതാണ് ഹൈക്കു. ഓക്കെ, ഇന്ന് ഈ ഹൈക്കു എല്ലാ ഭാഷകളിലും ഒട്ടുമിക്ക ഭാഷകളിലും ഹൈക്കു കവിതകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് 3 ഹൈക്കുകളാണ് പഠിക്കാനുള്ളത്. ആ 3 ഹൈക്കുവിനും കൂടെ പാഠത്തിലിട്ടിരിക്കുന്ന പേര് ജിന്ദഗി കാ സഫർ എന്നാണ്. ഇത് സുരംഗമ യാദവ്ജിയുടെയും ഗോപാൽ ബാബു ശർമ്മജിയുടെയും കമല നിഗ്രൂഭയുടെയും 3 ഹൈക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂടാതെ പാഠഭാഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വേറെ ഒരുപാട് ഹൈക്കുകളെ സമാഹരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഒരു യാത്രാവൃത്താണ്, യാത്രാ വിവരണമാണ്. അതിമനോഹരമായുള്ള അമൃതലാൽ ബേഗഡ് എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയിരിക്കുന്ന റൈൻ ബസേരമേം രാത്രിവാസ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ യാത്രാവൃത്തിൽ അദ്ദേഹം തൻ്റെ അനുയായും കൂടി ഒരു യാത്ര പോകുന്നതും രാത്രിയിൽ ഒരു താമസ സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളും ഒരു ഭ്രാന്തനായ ഒരാൾ കടന്നു വരുന്നതും ഇവരോട് പെരുമാറുന്നതും ഒക്കെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ആ ഭ്രാന്തനോട് സ്നേഹം തോന്നി പോകുന്നതുമായ വളരെ രസകരമായ ഹൃദയസ്പർശിയായ വളരെ കോമഡി പോലെ തോന്നിക്കുന്ന ഒരു യാത്രാവൃത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പാഠത്തിൽ നിരവധിയായ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിരവധി ചോദ്യങ്ങളും കോൺവെർസേഷനും ഡയറികളൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളത് കവിതയാണ്. ആ കവിതയിൽ നമുക്ക് പഠിക്കാനുള്ളത് 4ാമത്തെ പാഠമായി നമുക്ക് പഠിക്കാനുള്ള കവിതയുടെ പേര് മേരി ദുനിയാ കെ തമാം ബച്ചെ എന്നാണ്. അദ്നാൻ കഫീൽ ദർവേഷിൻ്റെയാണ് ഈ കവിത. വളരെ മനോഹരമായ കവിതയാണ് മേരി ദുനിയാ കെ തമാം ബച്ചെ, എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും എന്ന് പറയുന്ന കവിത നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കഹാനിയാണ്. 5ാമത്തെ പാഠം 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് കഹാനി. ഈ കഹാനി എന്ന് പറയുന്നത് വൈറ്റ് ക്യാപ്പ്, ഒരു വൈറ്റ് ക്യാപ്പിന്റെ ചിത്രം നിങ്ങൾ സ്ക്രീനിൽ കാണാം. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. ഒരു വിഭാഗം ടീം ഓട്ടോറിക്ഷയിൽ വരുന്നു, ഒരു വിഭാഗം ടീം പിറകിൽ സൈക്കിളിൽ വരുന്നു. ഇത് വളരെ രസകരമായ ഒരു പാഠമാണ്. ഈ പാഠങ്ങൾ നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ രസകരമായി പഠിക്കാനുള്ള പാഠങ്ങളാണ്. ഇതൊക്കെ സമഗ്രമായി മനസ്സിലാക്കി കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നതാണ്. 20,000-ഓളം കുട്ടികൾ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈലത്തിൻ്റെ നമുക്ക് ഈ 2026 അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ 9995400800 എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ റെക്കോർഡ് വീഡിയോകൾ, ലൈവ് ക്ലാസ്സുകൾ, പിന്നെ നമ്മൾ കണ്ടന്റ് വീഡിയോസ്, ഒരുപാട് ഡൗട്ട് ക്ലിയറൻസ്, നിരവധിയായ ഡിസ്കഷൻ ക്ലാസ്സുകൾ എല്ലാം നമുക്ക് നമ്മുടെ ആപ്പിലൂടെ ലഭ്യമാണ്. ഡീറ്റെയിൽ ആയി പഠിച്ച്
കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ ഒട്ടും വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ബൈ.